ഒരു സഹോദരി തന്നെയാണ്. അവർ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ അവരെ നിർബന്ധിച്ച് നടത്തിയതാണെന്ന് അവർ പറയുന്നത്. എനിക്ക് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നീട് ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ ഒരാളല്ല എന്ന് മനസ്സിലായി. കാരണം കല്യാണത്തിന് മുമ്പ് അശ്ലീലമായ സിനിമകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളായിരുന്നു. പിന്നെ അവർ തന്നെ എന്താ പറയുക, ശാരീരികമായ ബന്ധങ്ങൾ നടക്കുന്നില്ല. അയാൾ ഒരു എന്താ പറയുക, സ്വയംഭോഗം മാത്രം ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ അതിനിടയിൽ 2 കുട്ടികളൊക്കെ ആയി. അതൊക്കെ അവർ പറയുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെയൊക്കെ 2 കുട്ടികളൊക്കെ ആയി. എന്നും പ്രശ്നങ്ങളാണ്, പ്രയാസം. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാനൊരു ഭാര്യ എന്നത് ശാരീരിക ആവശ്യങ്ങൾക്ക് പോലും ആവശ്യമില്ലാത്ത ചില സ്ത്രീകൾ പറയാൻ എന്താ, ഒരു ശാരീരിക ആവശ്യത്തിന് മാത്രം തന്നെ ഉപയോഗിക്കുന്നു, വേറൊന്നും ആവശ്യമില്ല. അതുപോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഡിവോഴ്സ് ആകാതെ നിൽക്കുന്നു. അപ്പോൾ മാനസികമായി വളരെ തകർന്നു പോയിട്ടുണ്ട്. വിവാഹമോചനത്തിന് വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ പലപ്പോഴും മരിച്ചാലോ എന്ന് പോലും ആലോചിച്ചു. പക്ഷേ അത് തെറ്റാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നാണ് അവരുടെ ചോദ്യം. അതായത് ഇങ്ങനത്തെ അശ്ലീലങ്ങളും അവിഹിതങ്ങളൊക്കെ ആയിട്ട് പോവുക, ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട ഒരു കാര്യങ്ങളും കിട്ടാതെ വരിക, അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ എന്താണ് അവർ ഇങ്ങനെ ഒരു നരക ജീവിതം നയിച്ചു പോകേണ്ട കാര്യമില്ല. ഒരു ഭർത്താവിന് കൂടെ നിൽക്കുന്നത് ഭർത്താവിൽ നിന്നുള്ളൊരു സംരക്ഷണവും സുഖവും സമാധാനവും ലഭിക്കാനല്ലേ. ആ ലക്ഷ്യം നടക്കാത്ത ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കൊരു വാഹനമുണ്ട്, ആ വാഹനം നമ്മുടെ വാഹനം എന്ന ആവശ്യത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ വാഹനത്തെക്കുറിച്ച് മാറ്റി ചിന്തിക്കില്ലേ. എന്ന പോലെ ഒരു വിവാഹ ജീവിതം കൊണ്ട് എന്തൊക്കെ ലക്ഷ്യം വെക്കുന്നു, അതൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവർ വെറുതെ ത്യാഗം ചെയ്ത് എന്ത് ചെയ്യേണ്ടതില്ല, ഇതിൽ നിലനിന്ന് പോകണം, ഒഴിവാവാം. പക്ഷെ പൊതുവെ എന്താ വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാവേണ്ട ഘട്ടത്തിലും അവരെന്താണ് നിന്ന് പോവുക ചെയ്യുക. ഒഴിവാകാന്നൊക്കെ പറയാന്നല്ലാതെ അവർക്കതിന് സാധിക്കില്ല. കാരണം മക്കളും ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യൂല, ഇതിന്ന് ഒഴിവായി പോകൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവിടെ ഞാനൊരു സാധ്യത കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മനുഷ്യന്മാർക്ക് എന്താ വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും. ഇപ്പം ഈ വ്യക്തിക്ക് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അയാളെ എത്രമാത്രം മാനസികമായും ശാരീരികമായും തളർത്തിക്കളയുണ്ടായിരിക്കും. അപ്പോൾ അത് അയാളതിലിങ്ങനെ പോകാന്നുള്ളൂ. അപ്പോൾ അയാളെ ചേഞ്ച് ആക്കാൻ പറ്റും. അയാളെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അത് വേണ്ട രൂപത്തിൽ അയാൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ അയാളെ ബോധ്യപ്പെടുത്തി ചിലപ്പോൾ അയാൾ മാറും. അയാൾ മാറിയാൽ ഇവിടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ദീനിയായി മാറ്റിയെടുക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചിന്തിക്കുന്നതും അത് മാറ്റിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ പരിഹാരം. എനിക്ക് തോന്നുന്നു ഇവർ നിൽക്കൂല, അവർ പോകും എന്നൊക്കെ പറയുകയാണെങ്കിൽ, സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ അയാളൊരു മാറ്റത്തിന് ചിലപ്പോൾ തയ്യാറായേക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. മൗലവി ഇതിനിടയ്ക്ക് പറഞ്ഞൊരു വാചകം, പല പ്രയാസങ്ങളുണ്ടെങ്കിലും ഇവർ നിന്നു പോകും. കാരണം കുട്ടികളെ ആലോചിച്ച് ഭാവി എന്താവും, ഇവിടുന്ന് പോയാൽ എങ്ങനെ ജീവിക്കും, അങ്ങനെയുള്ള കുറേ പ്രയാസങ്ങളാണ് സത്യത്തിൽ. ഇപ്പോൾ നമുക്ക് വരുന്ന ചോദ്യങ്ങളിലെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോൾ 32 കൊല്ലമായി 16 കൊല്ലമായി എന്നൊക്കെ പറയുന്ന വലിയ ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അവർ നിന്ന് പോകണമെന്ന് വെച്ചാൽ പ്രയാസപ്പെട്ട് നിന്ന് പോണത് മക്കളുടെ ഭാവി, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് പോയാൽ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്കാണ് പോവുക, അവിടെ ചെന്നാലും പ്രയാസമാണ്. പിന്നെ മക്കൾ വളർന്നു വന്നാൽ അവരെ കല്യാണം, അവരെ വിദ്യാഭ്യാസം, ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, അതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇവരുടെ. അതല്ലെങ്കിൽ അവർക്ക് ഒറ്റക്കാലിൽ നിൽക്കാനുള്ള സ്വന്തമായിട്ട് ചില ഇതിലെന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഈ സ്ത്രീകൾ ധാരാളക്കണക്കിന് ഇങ്ങനത്തെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാരണം, ഒന്ന്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം അന്വേഷിക്കുമ്പോഴല്ലേ അത് പരിഹരിച്ചു പോവുള്ളൂ. പക്ഷെ സ്ത്രീകൾ പൊതുവെ എന്ത് ചെയ്യില്ല, അവരുടെ കുടുംബജീവിതം പരാജയപ്പെട്ടാലും അതിൻ്റെ പരിഹാരങ്ങൾ അന്വേഷിച്ച് പോവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ പീസ് റേഡിയോക്ക് ഇത്രയധികം ചോദ്യങ്ങൾ വരുന്നത്. കാരണം ഈ പരിഹാരം അന്വേഷിച്ച് അവർ പോവാതിരിക്കാൻ കാരണം ഇതിൻ്റെ ഒരു പ്രൈവസിയാണ്. അതായത് ആരോടാണ് പരിഹാരം ചോദിക്കുക? അവരുടെ വാപ്പനോട് ചോദിക്കാൻ പറ്റില്ല, അമ്മയോട് ചോദിക്കാൻ പറ്റില്ല, ഇയാളുടെ കുടുംബത്തിൽ പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ സുഹൃത്തുക്കളോട് പറയാമെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും, ഇവൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാടൊക്കെയാണെന്ന് അറിയും, അത് നാട്ടിലറിയും. അപ്പോൾ ഇവരുടെ ഒരു മാന്യമായ ദാമ്പത്യമാണെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇവരെന്ത് ചെയ്യൂല, ഈ ഭർത്താവിൻ്റെ അഭിമാനവും ഇവരുടെ അഭിമാനമൊക്കെ കാത്തു രക്ഷിച്ചിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൊണ്ടെടുക്കാൻ ശരിയാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ പീസിലൊക്കെ എഴുതിയ പല ആളുകൾക്കും പരിഹാരമാകുന്നു. അപ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്.
പക്ഷെ പരിഹാരങ്ങൾക്ക് പോലും ശ്രമിക്കാതെ സഹിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ 30 കൊല്ലം 40 കൊല്ലമൊക്കെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സഹോദരിമാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട്. പക്ഷെ ആ പരിഹാരം അറിയുന്നവരോട് ചോദിച്ച് കണ്ടെത്തി എന്തിനും മുന്നോട്ട് പോകണം. ഇതിൽ ശ്രമിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും സഹോദരിമാർ ഈ കഷ്ടപ്പാടിൽ അകപ്പെടാനുള്ള കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം ഞാൻ കാണുന്നത് വെച്ചാൽ പല സ്ത്രീകൾക്കും എന്താണ് ഈ ഭർത്താക്കന്മാർ എന്ത് തന്നെ തോന്നിയാസങ്ങൾ കാണിച്ചാലും അവരോടൊരു സോഫ്റ്റ് കോർണർ, ഒരു ഇഷ്ടം മനസ്സിലുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താ വിചാരിച്ചാൽ ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അവസാനം ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് വേണ്ട എന്നിട്ട് തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിങ്ങനെ അങ്ങനെയാണ് ഞാൻ പോയാൽ പിന്നെ ഇയാൾക്ക് എവിടുന്ന അപ്പോൾ നാളെ ഭക്ഷണം കിട്ടുക, രാവിലെ ആരാ ചാണ്ടായി കൊടുക്കുക എന്ന് പിന്നെ ഇവരാലോചിക്കും. പിന്നെ അവരിങ്ങോട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവളിനി ഒരിക്കലും പോവില്ലെന്ന് അയാൾ മനസ്സിലാവും. പിന്നെ അയാൾ എന്ത് ചെയ്യും, നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നൊരു സഹോദരി പറഞ്ഞു, അവരെങ്ങനെ ആക്രമിക്കുമ്പോൾ അയാൾ പറയുന്നതാണ്, എനിക്ക് ഇന്ന ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്നിട്ട് പോവില്ല എന്താണ് അയാൾ ആവർത്തിച്ച് പറയണത്. മനസ്സിലായി, നീ പോയാലും നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഇങ്ങനെയൊക്കെ തോന്നിയാൽ പിന്നെ എന്തെങ്കിലും അവർ നേരാവും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ സഹോദരിമാരെന്ത് ചെയ്യണം, തങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം, ഇയാൾ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായാലും പരിഹാരങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.